ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്തതാട്ടോ. തൊടിയിലൊക്കെ നിറച്ച് കാടായിരുന്നു. അപ്പോൾ കാട് വെട്ടിച്ചപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നടക്കലുമായി രാവിലെ ഈവനിങ്ങിന് ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ കേട്ടത്. തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് നടന്ന് ചെടികളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ രണ്ടാൾ കാട് ഇട്ടുണ്ട്. ഒരു ഭാഗമൊക്കെ കാട് വെട്ടിഞ്ഞ് ഒരു ഭാഗം കൂടി വെട്ടാണ്ട് കേട്ടോ. ഭയങ്കര കാടായിരുന്നു. കാട് വെട്ടിയാൽ പെട്ടെന്ന് കാടുണ്ടാവും കേട്ടോ. റബ്ബർ വെട്ടുന്ന ആൾ 4 മണിക്കൊന്ന് വെട്ടുന്നതാണ്. അപ്പോൾ വല്ല പാമ്പ് ഇതിനെ കടിച്ചാലോ. ഇത് വെട്ടുകാരെ വിളിച്ചാൽ കിട്ടാൻ തന്നെ അല്ല കേട്ടോ. അവർക്ക് എല്ലാവർക്കും തിരക്കാണ്. ഇപ്പോൾ എല്ലായിടത്തും കാട് വെട്ടലാണ്. ഞങ്ങളെ വീട് കുറച്ച് ഉള്ളോട്ടാണ് റോട്ടുമെന്ന്. അങ്ങനെ റബ്ബറും തോട്ടമാകൊണ്ടേ നല്ല കാടുണ്ടാവും. പിന്നെ ഇതിൽ സാധനങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. കുഴിച്ചിട്ടാൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കായ്ച്ചും. റബ്ബറിൻ്റെ കാനലും റബ്ബറിൻ്റെ ഇലയും ചാടിനോടത്തൊന്നും ഉണ്ടാവില്ല. അതില്ലാത്തടത്തേ ഉണ്ടാവുള്ളൂ. എന്നാലും ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും. ചിലതൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടായതും ഒക്കെയാണ് ഞാൻ കാണിക്കതിൽ. എൻ്റെ ചെടികളും പൂവിട്ട ചെടികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ റബ്ബറിലെ കാടൊക്കെ വെട്ടിയപ്പോൾ നല്ലൊരു വെളിച്ചാട്ടോ. ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് ഇനിയും കാടുണ്ടാവും. ഒരു കൊല്ലത്തിൽ 4 വെട്ടണം. അപ്പോഴുള്ളൂ കാട് പോവുക. വർഷക്കാലം ആകുമ്പോൾ അധികം ഉണ്ടാവും. പുല്ലൊക്കെ അരിഞ്ഞോലൊക്കെ പുല്ലരിഞ്ഞുകൊണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ ചെടികളൊക്കെ പൂവിട്ടുണ്ട് കേട്ടോ. ഈ തെച്ചി എന്നും പൂവിടും കേട്ടോ. അത് എന്നും ഇത് എപ്പോഴെങ്കിലും ഉള്ളൂ. ഈ പൊടിച്ചുത്തി വേൽച്ചെടി എന്ന് പറഞ്ഞ പൂവുണ്ടല്ലോ, അത് എപ്പോഴെങ്കിലേ പൂവിടുള്ളൂ. ഇതിങ്ങനെ ഒരു കളർ ചെടിയാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ ഒരു കളർ ചെടി ഉണ്ട്. ഇതേപോലത്തെ ഇതിൻ്റെ പേര് ഇതൊരു കളർ ചെടിയാണ്. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. നിത്യകല്യാണം തോന്നുന്നുണ്ട് പേര്, അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടും പരിസരവും പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ മുന്നിൽ പാടം, കവുങ്ങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അവിടെ ഒരു തോട് ഇങ്ങനെ പോകുന്നുണ്ടായില്ല, അതിലിങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ തൊടിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ ഇന്ന് 2 ആൾ കാട് വെട്ടുന്നുണ്ട്. കാട് വെട്ടിയപ്പോൾ നല്ലൊരു വെളിച്ചം. അതുകൊണ്ട് തൊടിയിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാൻ പേടിയില്ലാതെ നടക്കുക, അല്ലെങ്കിൽ പാമ്പുണ്ടാവും. ഇനി കുറച്ച് കാലത്തിന് കാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നല്ല വെളിച്ചമുണ്ട്. രാവിലെ ഇങ്ങനെ നടക്കാൻ മനസ്സിനും കണ്ണിനൊക്കെ നല്ല കുളിർമയേകുന്ന സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ നമുക്ക് ഇതിൽ കൂടെയൊക്കെ നടന്ന് ഞാൻ എൻ്റെ ചെടികളാണ്. അധികം ചെടികളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒക്കെ ഒന്ന് പിരിച്ച് കുഴിച്ചതാനേക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, അത് തൊടിയിലുണ്ടായിക്കോട്ടോ ഈ ചെടി. ഇതിങ്ങനെ ഒരു വള്ളിയിലെ ചെടിയാണ്. ഇത് വെറുതെ നമ്മൾ തൊടിയിൽ കണ്ടിട്ട് കൊടുത്തിട്ട് നിറച്ച് നല്ല ഭംഗി കാണാൻ കേട്ടോ. പൂന്തോട്ടത്തിൻ്റെ പോലെ ഉണ്ട് കാണാൻ. നല്ല രസമല്ലേ കാണാൻ ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
നല്ല പൂന്തോട്ടം പോലെ ഉണ്ട് തൊടിക്കൊക്കെ. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നാച്ചുറൽ ചെടിയാണ്. അങ്ങനെ ഇതൊരു കളർ ചെടിയാണ്. ഇതിൻ്റെ ഇല ഉണ്ടില്ലേ, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. ചെടികളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ റബ്ബറിൻ്റെ തോട്ടാവുകൊണ്ട് വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനല്ലേ, ഇതിലൊക്കെ ഇനി കാട് വെട്ടാനാട്ടോ. ഒരു ഭാഗമേ വെട്ടിയിട്ടുള്ളൂ, ഒരു ഭാഗം വെട്ടാണ്ട്. ഇനി അത് മെഷീൻ കൊണ്ടാവുകൊണ്ട് പെട്ടെന്ന് കഴിയും. നമുക്കെല്ലാതും ഒന്ന് കണ്ടാലോ? അങ്ങനെ ഗെയ്സ് എനിക്കുണ്ടായ പച്ചക്കറികളാട്ടത്. ഈ റബ്ബറുമ്മക്ക് ഒരു കുമ്പളങ്ങൻ്റെ വള്ളി കയറിയ ടൈമ് ഒരു 15 കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 5 എണ്ണം ഉണ്ട്. പൊക്കെ ഉണങ്ങി ഉണ്ടാവില്ല അല്ലേ. നല്ലൊരു വള്ളിയായിരുന്നു അത്. അതുകൊണ്ട് അതിന്മേൽ കുറേ കുമ്പളങ്ങ ഉണ്ടായി. ഇപ്പം ഞാൻ വള്ളിയൊക്കെ ഉണങ്ങിട്ടോ. ഇപ്പോൾ റബ്ബറിൻ്റെ ഉണങ്ങിയ കുമ്പുമ്പയാണ്. ഇനിയിപ്പോൾ ചാടിയാലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഗെയ്സ് എനിക്ക് ഓറഞ്ച് ഉണ്ടായിട്ടോ. ഞാൻ ഓറഞ്ചിൻ്റെ മരം ഒരു തൈ വാങ്ങിയിരുന്നു. അപ്പോൾ വാങ്ങിയപ്പോൾ അതിന്മേൽ 5-6 ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർഷം കാതാൽ പോയിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് ഉണ്ടാകുന്നത്. അതിശയമായിട്ടുണ്ടാകുന്നത്. ഇതൊരു പുളിയാട്ടോ, ഞങ്ങളെ വീട്ടിലെ പുളിയാണ്. ഇതിനൊരു 10-30 കൊല്ലമൊക്കെ പഴക്കമുണ്ടാവും. ഇത് കായ്ച്ചണില്ല. എന്താ വെച്ചാൽ അത് റബ്ബറിലാവുകൊണ്ട് വല്ലാതെ എപ്പോഴേലൊക്കെ ഒരു പുളുങ്ങ ഉണ്ടാവും. അധികം കായ്ച്ചണില്ല. അതിന്മേൽ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് കയറിയിരിക്കണം. അതിന്മേൽ കുറേ പാഷൻ ഫ്രൂട്ടുണ്ടായി. ഇത് അബിയു എന്ന് പറഞ്ഞ ചെടിയാട്ടോ. അബിയു എന്നൊക്കറിയില്ലേ, പഴം അബിയു, നല്ല വിറ്റാമിനിലെ പോഷകാഹാരമുള്ള അബിയു. അത് കായ്ച്ചിട്ടില്ല. അത് നല്ലോണം വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് അത് കായ്ച്ചതെന്നറിയില്ല. ഒരു വർഷം കൊണ്ട് കായ്ച്ചു എന്ന് പറഞ്ഞതാണ്, പക്ഷേ അത് കായ്ച്ചിട്ടില്ല. അതിലിപ്പോൾ ഓറഞ്ച് ഉണ്ടായ മാതിരി ഒരു ദിവസം ഇതും ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ ഉണ്ടാവില്ല. റബ്ബറിൻ്റെ കാനലും അതിൻ്റെ ഇലയും. റബ്ബർ ഇല്ലാത്തടത്തേ എല്ലാതും ഉണ്ടാവുള്ളൂ. ചിലതൊക്കെ ഇങ്ങനെ ഭാഗ്യത്തിന് കായ്ച്ചു വരും. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുകൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതൊരു ചെടിയാട്ടോ, കോളാമ്പി ചെടിൻ്റെ പോലെയാണിത്. ഇതിൻ്റെ ഓല ഉണ്ടില്ലേ, അത് വിരിഞ്ഞാൽ കോളാമ്പി പോലെ വെക്കാരം. എന്നാൽ താങ്ക് യു. അടുത്ത വീഡിയോമേ വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.